ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനുള്ളത് തണ്ടർ ബേയിലെ ഒരു സ്കീയിങ് സ്പോട്ടിലാണ്. ഒരു അടിപൊളി സ്പോട്ടാണ്. ഇന്നിപ്പോൾ വെതർ നല്ല വെതറാണ് കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷം പോസിറ്റീവിലേക്ക് പോയിരിക്കുകയാണ്. ഇപ്പോൾ പോസിറ്റീവ് 3 or 4 എന്തോ ആണ്. അപ്പോൾ നല്ല വെതറാണ്. അപ്പോൾ ഇന്നത്തെ ഡേ ഫുൾ ഞങ്ങൾ മൗണ്ട് ബാൾട്ടിയിൽ സ്പെൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ എല്ലാതും. ഇന്ന് February 16 കാനഡയിൽ ഫാമിലി ഡേ ആണ്. അതുകൊണ്ട് തന്നെ പബ്ലിക് ഹോളിഡേ ആയിരുന്നു. ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും ഒന്നിച്ചാണ് കേട്ടോ ഇന്ന് മൗണ്ട് ബാൾട്ടി കാണാൻ വന്നത്. ഫാമിലി ഡേ പ്രമാണിച്ച് ചെയ്യുന്ന ഒരുപാട് ഓഫേഴ്സൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ടിക്കറ്റ്സ് പെർ ഫാമിലി ആയിരുന്നു ഇവിടെ ഇഷ്യൂ ചെയ്യുന്നുണ്ടായിരുന്നത്. ഈ കൗണ്ടറിൽ നിന്ന് ഓൺലൈൻ ഫോമൊക്കെ ഫില്ല് ചെയ്ത് അങ്ങനെ ടിക്കറ്റ് ഞങ്ങൾ എടുത്തു. സ്കീയിങ് മാത്രമല്ല കേട്ടോ, ട്യൂബിംഗ് ഉണ്ട്. അപ്പോൾ സ്കീയിങ് വലിയ വശമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ട്യൂബിങ്ങിന് പോവാന്ന്. അങ്ങനെ ട്യൂബിങ്ങിൻ്റെ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിതേ ട്യൂബിങ്ങിൻ്റെ ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു എസ്കലേറ്ററിലൊക്കെ കൂടിയാട്ടോ മുകളിലേക്ക് പോകാൻ, എന്നിട്ട് വേണം ട്യൂബ് ചെയ്തിട്ട് താഴത്തോട്ട് വരാൻ. അപ്പം നമുക്ക് പോയി നോക്കാം. ഞങ്ങൾക്കുള്ള ട്യൂബ് കിട്ടിയിട്ടാ ഞങ്ങളിപ്പോൾ പോകാൻ പോകാണ്ട്. ഫ്രണ്ടിൽ ഒരു എസ്കലേറ്റർ ഉണ്ട്, അതുവഴി വേണം മുകളിലേക്ക് പോവാൻ. അതുവരെ പോയിട്ട് നമുക്ക് പോകുമ്പോൾ കാണാം. ഈ എസ്കലേറ്ററാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞത്. നല്ല രസമല്ലേ ഇതിങ്ങനെ മഞ്ഞിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോകുന്നത് കാണാൻ. എനിക്കിതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. സ്കീയിങ് ഇവിടുത്തെ ഒരു മെയിൻ സ്പോട്ടാണ്. ചെറിയ കുട്ടികൾ മുതൽ ഒരുമാതിരി എല്ലാവർക്കും ഇത് ചെയ്യാനറിയാം. ആ മൗണ്ടൻ ടോപ്പിൽ നിന്ന് ഇവർ വരുന്നത് കാണുമ്പോൾ തന്നെ നമുക്കും ഇത് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നും കേട്ടോ. ഇവിടെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് ഇതിനുള്ള ട്രെയിനിങ് ഒക്കെ കൊടുക്കും. വിൻ്ററിലൊരു പ്രധാന സ്പോട്ടാണിത്. അവിടെ ഒരു വലിയ മൗണ്ടൻ കണ്ടോ? അതല്ലാണ്ട് ഇപ്പുറത്തുനിന്ന് ചെറിയൊരു ഇതുണ്ട്. അതായത് അത്രയ്ക്ക് സ്കീയിങ് അത്രയ്ക്ക് അറിയാത്തവർക്ക് ഈ എസ്കലേറ്റർ കൂടെ പോയിട്ട് ആ ചെറിയ മൗണ്ടനിൽ കൂടെ ഇറങ്ങി വരാം കേട്ടോ. പക്ഷെ നന്നായിട്ട് സ്കീയിങ് അറിയണവർ ഈ റോപ്പ് വേ വഴി മുകളിലേക്ക് പോയിട്ട് ഇത്രയും വലിയ ഇതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ വരാം കേട്ടോ. പിള്ളേരൊക്കെ വരുന്ന കണ്ടോ? കുഞ്ഞു പിള്ളേരടക്കം ചെയ്യും കേട്ടോ. ആദുവിൻ്റെ പ്രായത്തിലുള്ള പിള്ളേരടക്കം ചെയ്യുന്നുണ്ട്. പക്ഷെ ആദുവിനെ പഠിപ്പിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും ചെയ്യും കേട്ടോ, നല്ല രസമാണ്. ഈ എസ്കലേറ്റർ വഴിയാട്ടോ മുകളിലേക്ക് പോകുന്നത്. വ്യൂ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇപ്പോൾ വിൻ്റർ ഓൾറെഡി തീരാറായിട്ടുണ്ട്. ഇപ്പോൾ ഐസൊക്കെ മെൽറ്റ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, പോസിറ്റീവാണ് ഇപ്പോൾ 3, 4 അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കണേ. അപ്പം അത് കാരണം കൊണ്ട് നല്ല ക്ലൈമറ്റാണ്. മുന്നൊരു ദിവസം ഞങ്ങളിവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പായിരുന്നു. കൈയൊക്കെ ഫ്രീസായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ജാക്കറ്റും ഗ്ലൗസും എല്ലാം കൂടിയിട്ടിട്ട്. പക്ഷെ ഇന്ന് നല്ല ക്ലൈമറ്റാണ്, അതുകൊണ്ട് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഞാൻ ഇത് കാണിച്ചു തരാം. ബാക്കിൽ വരുന്ന കണ്ടോ? സ്കീയിങ്ങിനും ബിഗിനേഴ്സ് സ്കീയിങ്ങിന് വേണ്ടിയിട്ട് ഇതിലാട്ടോ പോവുക അവർ. പിന്നെ നേരത്തെ ഞാൻ റോപ്പ് വേ പോലെ കാണിച്ചു തന്നില്ലേ, അതാണ് നന്നായിട്ട് സ്കീൻ ചെയ്യാനവർക്ക് മൗണ്ടൻ്റെ മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അതാട്ടോ പോവുക. സജിത്ത് മോന് ഇതിൻ്റെ മുന്നിൽ പോകുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഒന്നിച്ച് ട്യൂബിങ് ചെയ്ത് വരാമെന്നാണ് വിചാരിക്കണേ. ഇതാ ഈ സ്ഥലം കണ്ടോ, എന്ത് അടിപൊളിയാലേ. ഞങ്ങളിത് ട്യൂബിങ്ങിൻ്റെ സ്പോട്ട് എത്തിട്ടോ. ഞാനിത് ഇവിടെ ഇറങ്ങണം. ഇവിടുത്തെ ചെറിയ പിള്ളേരൊക്കെ ഇതേ സ്കീയിങ് ചെയ്യണ്ട കേട്ടോ, വളരെ ചെറിയ കുട്ടികൾ. ഇതെൻ്റെ സ്പോട്ട് എത്തിട്ടോ, ഞാൻ ഇറങ്ങട്ടെ, ഇല്ലെങ്കിൽ ഞാൻ അന്യ സ്കീയിങ്ങിൻ്റെ സ്പോട്ടിലേക്ക് പോകേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഞങ്ങളിത് ട്യൂബിങ്ങിന് വേണ്ടി ഇവിടെ ആട്ടോ ഇറങ്ങണ്ടേ. ഞങ്ങൾ ഒന്നിച്ച് ട്യൂബിങ് ചെയ്യണം എന്നാട്ടോ വിചാരിക്കുന്നത്. ഒന്നിച്ച് ഇങ്ങനെ പിടിച്ചിട്ട് ട്യൂബിങ് ചെയ്ത് വരാൻ പറ്റും. അപ്പം ഞങ്ങൾ അത് ചെയ്യണമെന്നാണ് വിചാരിക്കണേ. എൻ്റെ ബാക്കിൽ ഇത് കീർത്തന അർജുനും വരുന്നുണ്ട്. അവരും ഉണ്ട് ട്യൂബിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് വേഗം പോവാം. അതെ വരുന്നു. ഞങ്ങളിത് ഇരിക്കാൻ പോവാട്ടോ, ഒന്നിച്ചാ പോവാൻ പോണേ. ഞാൻ എൻ്റെ ട്യൂബ് എവിടെ വയ്ക്കും?
Okay. Okay, good? Yeah, good. Yeah, good. അടിപൊളിയായിരുന്നു. അല്ല, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നല്ല കിടലായിരുന്നു. ഫാമിലി ഇനി ചെയ്യാട്ടോ. നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസത്തിൽ എത്ര തവണ വേണമെങ്കിലും ഇത് ചെയ്യാൻ പറ്റും. നല്ല അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നാ? എങ്ങനെയുണ്ടായിരുന്നു കണ്ണാ? സൂപ്പർ ആയിരുന്നാ? ഒന്നടി പോവാ. എങ്ങനെയുണ്ടായിരുന്നു? ഞങ്ങളിത് പിന്നെയും പോവാൻ വേണ്ടിട്ട് നിക്കാണ് കേട്ടോ. ഇനിയും പോവാ. എത്ര തവണ വേണമെങ്കിലും പോവാം. അപ്പൊ ഞങ്ങൾ ഇനിയും പോവാൻ വേണ്ടി നിക്കാം. അതുമാ വീണ്ടും ഒരു തവണയും കൂടി പോവാൻ വേണ്ടി ലൈനിൽ നിക്കാണോ കണ്ണൻ? ആണോ? ലൈനിൽ നിക്കാണോ? വീണ്ടും ഒരു തവണയും കൂടി പോവാൻ വേണ്ടി ലൈനിൽ നിക്കാണോ കണ്ണൻ? നിക്കണ്ട. അമ്മ എടുക്കണ. അമ്മ എടുക്കാം. നമ്മൾ അങ്ങോട്ട് പോവാണോ? പോവാണോ? ചാലേട്ടനും ചേച്ചി രണ്ടാമത് പോവാൻ വേണ്ടി റെഡി ആയിട്ട് വന്നിട്ട് കേട്ടോ. ട്യൂബൊക്കെ ആയിട്ട്. രണ്ടാം റൗണ്ടിലുള്ള ട്യൂബ് കിട്ടി കേട്ടോ. ഇനി നമുക്ക് പോവാം. എന്ത് ചെറിയ പിള്ളേരാ വരുന്നതെന്ന് നോക്കിക്കേ. അതുതന്നെ നെക്സ്റ്റ് ഇയർ ഇതിന് വിടണം എന്നാട്ടോ വിചാരിക്കുന്നത്. ചെറുപ്പത്തിൽ പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നല്ല ഈസി ആയിട്ട് അപ്പോൾ അവനത് പഠിക്കാൻ പറ്റും. അപ്പം നെക്സ്റ്റ് ഇയർ അവൻ എന്തായാലും വിടണം. ഈ സെക്കൻഡ് റൗണ്ടിന് വേണ്ടി പോവാണ് കേട്ടോ. അതോ കുഞ്ഞുനാളിൽ ഈ വാട്ടർ തീം പാർക്കിലൊക്കെ പോകുമ്പോഴല്ലേ നമ്മളിതുപോലെ ട്യൂബിലൊക്കെ പോകാറ്. കുറേ നാൾ കൂടി ഇതുപോലെ പോകുമ്പോൾ എന്തൊക്കെയോ ഒരു ഫീലിംഗ് ആയിരുന്നു. പിന്നെയും ചെയ്തുകൊണ്ടിരിക്കാൻ തോന്നായിരുന്നു. അങ്ങനെ ഒന്നല്ല കേട്ടോ, 2-3 വട്ടം ഞങ്ങളിത് ചെയ്തു. അങ്ങനെ ഞങ്ങൾ സെക്കൻഡ് ടൈം ട്യൂബിങ് കഴിഞ്ഞു കേട്ടോ. ഇനിയും ചെയ്യുന്നില്ല, ഇനി മടുത്ത്. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് സ്കീയിങ് അറിയാത്ത കാരണം കൊണ്ട് നമുക്ക് വേറെ ഓപ്ഷൻ ഒന്നുമില്ല. ട്യൂബിങ് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് അതിൽ പോകണമെന്ന് നല്ല ആഗ്രഹമായിരുന്നു കേട്ടോ, ആ റോപ്പ് വേയിൽ. പക്ഷെ അതിൽ സ്കീയിങ് ചെയ്യുന്നവർക്ക് മാത്രമേ അതിൽ പോകാൻ പറ്റുള്ളൂ. അല്ലാത്തവർക്ക് അതിൽ പോകാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ഓപ്ഷൻ നമുക്കില്ല. അപ്പോൾ ട്യൂബിങ് മാത്രമാണ്. പക്ഷെ ഇത് നല്ല രസമുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഒരു ഡേ, ഇന്ന് സത്യം പറഞ്ഞാൽ കാനഡയിലെ ഫാമിലി ഡേ ആണ്. അപ്പം അത് കാരണം കൊണ്ട് നല്ല തിരക്കാണ് ഇവിടെ, നല്ല റഷാണ്. നല്ലൊരു സ്പോട്ടാണ് കേട്ടോ. വൈബ് ചെയ്യാൻ, ഫുഡ് കഴിക്കാൻ, ചില്ല് ചെയ്യാൻ നല്ലൊരു സ്പോട്ടാണ്. ഇതേ ഇവിടെ ഇങ്ങനെ ഫയറൊക്കെ കൂട്ടി, ഫയർ പ്ലേസ് ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും അവിടെ ചുറ്റിന് ഇരിക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് ബീർ കുടിക്കുന്നൊക്കെ ഉണ്ട്. അതെ, വട്ടത്തിലിരുന്ന് ബീർ അടിക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു സ്പോട്ടാണ്. അപ്പം ഞങ്ങൾ ഇനി അകത്തേക്ക് പോയിട്ട്, അത്ര തണുപ്പൊന്നുമില്ല, എന്നാലും നമുക്ക് അകത്തേക്ക് പോയിട്ട് ഇനി അതോ നീ ട്യൂബിങ് അവന് ചായ. ചെറിയൊരു ഫയർ പ്ലേസ് ഉണ്ട് കേട്ടോ. അധികം തണുപ്പ് കൊണ്ടുവരുമ്പോൾ ഇവിടെ ഇങ്ങനെ ഇരുന്ന് നമുക്ക് ചൂടൊക്കെ കിട്ടി, ചൂടൊക്കെ കൊണ്ടിരിക്കാം. അത് ഇവിടെ മൊത്തം ഓടി നടക്കാട്ടോ. അവന് ഈ മഞ്ഞ് കണ്ടിട്ട്, ഇത്രയ്ക്കും മഞ്ഞ് കാണല്ലേ, അപ്പൊ അവന് ആകെ ഓടി കളിക്കാണ് ഇവിടെ. അവനെന്താ ചെയ്യണ്ടേന്ന് അറിയണില്ല, അങ്ങനെ ഇവിടെ കളിച്ചോണ്ടിരിക്ക. അതിന് വിശന്നിട്ട് ഞങ്ങൾ പ്രൈസ് മേടിച്ചിട്ട് ഞങ്ങൾ കഴിച്ചോണ്ടിരിക്കാം. കണ്ണാ പ്രൈസ് കഴിക്കാം അല്ലേ? അഞ്ചേച്ചിയും ചേട്ടനും സ്കീയിങ്ങിന് വേണ്ടി റെഡി ആവാൻ പോയിട്ടുണ്ട് കേട്ടോ. വിശാലേട്ടന് സ്കീയിങ് അറിയാം. സോ ചേച്ചിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി അവർ പോകുന്നുണ്ട്. ഈ റോപ്പ് വേയിൽ കൂടെ മുകളിൽ പോകാനൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ മൗണ്ടൻ ടോപ്പിൽ പോകുമായിരുന്നു. പക്ഷേ അതിനിപ്പോൾ ഓപ്ഷൻ ഇല്ലാതായി പോയി.
ഓ വിശാലായിട്ടും അഞ്ചേച്ചിന്റെ സ്കീയിങ് ചെയ്യാൻ വേണ്ടിട്ട് ഫുൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അവർക്ക് മാത്രം ഇവിടെ സ്കീയിങ് ചെയ്യാൻ കുറച്ചെങ്കിലും അറിയുള്ളൂ. അപ്പൊ അവരിതേ ഫുൾ റെഡി ആയിട്ടുണ്ട്. വാ വാ വാ. ചേച്ചി ചേട്ടൻ ഇവിടെ പഠിച്ചോണ്ടിരിക്കുക കേട്ടോ. ചെറുതായിട്ടെങ്കിലും പഠിച്ചാലാ മലയുടെ മുകളിൽ നിന്ന് വരാൻ പറ്റുള്ളൂ. അത് കാരണം കൊണ്ട് എനിക്കും ചെയ്യാനൊരു ആഗ്രഹം തോന്നിയപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്തു കേട്ടോ. പക്ഷെ സക്സസ് ആയില്ല. ഫസ്റ്റ് ടൈം സ്കീയിങ് എക്സ്പീരിയൻസ്. സ്കീയിങ് ചെയ്തു കേട്ടോ. 2 തവണ മുക്കുത്തി താഴേക്ക് പോയി. ദൈവമേ ഒട്ടും എളുപ്പമല്ല കേട്ടോ ഇത് ചെയ്യാൻ. കുഞ്ഞുനാളിൽ പഠിക്കുന്നവർക്ക് എളുപ്പമുണ്ടാവും, നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഇത് പഠിക്കാൻ പറ്റില്ല. നല്ല ബാലൻസ് വേണം. ഇപ്പം ഞാൻ ഷൂ ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ. കണ്ടോ, ഷൂ ഒക്കെ ഇട്ടിട്ടാണ്. എന്നാലും ഭയങ്കര പാടാട്ടോ. ഈ ഷൂ വെച്ച് നടക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാ. കാല് നല്ല ഭാരം ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ പൊക്കി 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 എടുത്തിട്ട് വേണം നടക്കാൻ. ഓ എളുപ്പമല്ല കേട്ടോ. കൈ കുത്തി ഞാൻ വീണു. ഞാൻ ഗ്ലൗസ് ഇട്ടുണ്ടായിരുന്നില്ല. കൈയൊക്കെ ചെറുതായിട്ട് പൊട്ടി. നല്ല പാടായിരുന്നു കേട്ടോ. നല്ല പാടാട്ടോ. വിചാരിക്കാൻ പോലെ എളുപ്പമല്ല. കാണുന്ന പോലെ ഇരിസിയല്ല. എനിക്കറിയില്ല ഇവരെങ്ങനെയും മലയുടെ മുകളിൽ നിന്നൊക്കെ വരുന്നതെന്ന്. നല്ല പാടാ. ഓ നല്ല വേദനയുണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഇവിടുത്തെ തിരക്കൊക്കെ പോയിട്ടോ. ഇന്നിവർക്ക് ഈവനിങ് 5 വരെ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളുടെ എല്ലാ പരിപാടി കഴിഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇവരോട് ക്ലോസ് ചെയ്യാറായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നൊരു ഫൺ ഡേ ആയിരുന്നു. ഞങ്ങളെല്ലാവരും അടിച്ചു പൊളിച്ചു. ഫോട്ടോ അല്ല, എല്ലാവരും ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുന്ന പോലെ പോസ്റ്റ്. അപ്പൊ ഇന്നൊരു അടിപൊളി ദിവസമായിരുന്നു കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.